നമ്മൾ ഈ ചില പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലൊരു ഗ്രാമം വെസ്റ്റ് ബംഗാളിൽ ബീർഭൂം ജില്ലയിലെ ബോൽപൂർ മുനിസിപ്പാലിറ്റിയിൽ കൊപ്പായ് നദീതീരത്തുള്ള ബനോഡങ്ങ എന്ന ഈ ഗ്രാമത്തിലേക്കാണ് ബംഗാൾ യാത്രയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം പോകുന്നത്. ഹലോ, നമ്മളപ്പോ ബംഗാൾ യാത്രയുടെ മറ്റൊരു ദിവസത്തെ മോർണിംഗ് ആണ് കേട്ടോ. ഇപ്പൊ സമയം രാവിലെ 6:45 കേട്ടോ. ഇവിടെ നമ്മൾ താമസിച്ചത് മിലൻ തീർത്ഥ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അവിടെ റൂമുകളൊന്നുമല്ല, വലിയൊരു ഹാളിനകത്താണ് എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നത്. ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നു. ഇവിടെ ടോട്ടോകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഒരു 6-7 കിലോമീറ്റർ ടോട്ടോയിൽ യാത്ര ചെയ്തു കേട്ടോ. വണ്ടി പോകുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തണുപ്പില്ല എന്ന് വിചാരിച്ച ജാക്കറ്റൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയൊരു കവല, ഒരു ചന്തയ്ക്ക് പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കൊപ്പായ് നദിയുടെ മുകളിലുള്ള ഒരു പാലത്തിന് മുകളിൽ നമ്മൾ നിന്നു. എന്നിട്ട് ബന്ധു ചെറിയൊരു ബ്രീഫ് തന്നു എന്താണ് നമ്മുടെ പരിപാടി എന്നൊക്കെ. നമ്മളിപ്പോൾ ആ പാലം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കേട്ടോ. നടക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ ഈ തണുപ്പിലെ ആൾക്കാർ ഇങ്ങനെ വെയിൽ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കടയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വില്ലേജുകൾ വിട്ടിട്ടോ. ഈ ഒരു യാത്രയിൽ, ബംഗാൾ യാത്രയിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വില്ലേജുകളിലൂടെ വെറുതെ കറങ്ങി നടക്കാനാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് എത്തി. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, ഇവരും മനുഷ്യന്മാരാണ്. അപ്പം നമ്മളിവരെ കാണാൻ വരുന്നതിൻ്റെ ഒരു അഭംഗി കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. ശരിക്കും ഒരു നമ്മളെന്തോ വേറെ ആൾക്കാർ, ഇവരെന്തോ വേറെ ആൾക്കാർ അങ്ങനെ കാണുന്നത് ശരിക്കും നമ്മുടെ എത്തിക്സിൻ്റെ പ്രശ്നം. അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉള്ള കാര്യം. അത് നിങ്ങൾ ഹ്യൂമനിസം എന്നുള്ള ടൈമൊക്കെ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത്തരം ലൈഫുകൾ കാണിച്ചു തരാൻ ഇങ്ങനെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അപ്പോൾ അവരുടെ പ്രൈവസി ഉണ്ട്, അവരുടെ സ്പേസിലോട്ട് നമ്മൾ ഇടിച്ചു കയറുന്നത് അനുവാദം ഇല്ലാതെ. അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരോട് പറ്റുന്നെങ്കിൽ സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക. അവർ കംഫർട്ടാണെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ ചോദിച്ചിട്ട് ചിലപ്പോൾ ഇതിന് വീടിൻ്റെ അകത്തേക്ക് കയറാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം കയറാം. കാരണം അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവർ മനുഷ്യന്മാരാണ്, അവരവരെ സ്വസ്ഥമായിട്ട് കംഫർട്ടിൽ ജീവിക്കണു. നമ്മൾ പുറമേ നിന്ന് ഇപ്പോൾ ഇടിച്ച് കയറിയേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ഗ്രാമങ്ങളെ പോലെ അല്ല ഗ്രാമങ്ങൾ. ഇപ്പം തന്നെ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും. മണ്ണിൻ്റെ വീടുകൾ, പിന്നെ പഴയ വീടുകളിലെ വൈക്കോല്, പുതിയത് മറ്റേ ടിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പലത് 2 നില വീടാണ്. പൊതുവെ കൃഷി, അഗ്രേറിയൻ ഏരിയ ആണ്. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടെ കറങ്ങിയിട്ട് അങ്ങനെ തിരിച്ച് മെയിൻ റോഡിലോട്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ സംസാരിക്കുക, നമ്മളിങ്ങനെ വന്നേക്കുന്നതാണ് കഴിയുന്ന ലാംഗ്വേജിൽ ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുക. അവർ കംഫർട്ടാണെങ്കിൽ മാത്രം സംസാരം കണ്ടിന്യൂ ചെയ്യുക, അവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലാതെ കയറി ശല്യപ്പെടുത്തരുത്. ഇത് കണ്ടോ കേട്ടോ, ഇവിടെയാണ് നമ്മൾ ഈ വില്ലേജിലേക്ക് എൻട്രി ചെയ്തത്. ഈ തുടക്കം മുതലേ ഉള്ള വീടുകൾ കണ്ടോ, ഇത് മണ്ണിൻ്റെ ചുമരുകളാണ്, മുകളിൽ വൈക്കോലാണ്. ഇവിടെ കണ്ടോ ഈ ഇടയിലൊരു സംഭവം കുറച്ച് ഉയർത്തി നിൽക്കുന്നത്, ഇതൊക്കെ 2 നിലയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വീടും 2 നിലയാണ്. ഇതൊരു നീല പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ചുമര് മണ്ണ് തന്നെയാണ്. പക്ഷേ റൂഫ് അവർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു ട്രൈബൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് പോലെയല്ല. കുറച്ചും കൂടി ഇവിടെ ഈ തുടക്കത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. മലയാളം ആ हम केरला से केरला अब क्या करता है? खेती है करते हैं हम तो हैंडीकैप है ना। ഓക്കെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പല്ലേക്കാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ലാംഗ്വേജ് ഏതാണ് ഭാഷ, എവിടുന്നാണ് വരുന്നു എന്ന്. കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിൻ്റെ വീടുകളാണ്. പക്ഷേ 2 നില വീടുകളാണ്. നമ്മൾ മണ്ണിൻ്റെ വീടുകൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ മണ്ണിൻ്റെ 2 നില വീടുകൾ നമ്മൾ അധികം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വെയിൽ കൊള്ളാനിരിക്കുന്നുണ്ട്. തമിഴ്, മലയാളം, കേരള. നമ്മൾ ഈ സംസാരിച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇതാണ്, നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാണ്. രാവിലെ തന്നെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. കണ്ടോ, കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്.
എന്തോ ഡ്രസ്സിൻ്റെ കച്ചവടക്കാരനാണ് ബൈക്കിൽ കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ഈ വരുന്ന സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി നീറ്റാണല്ലോ അല്ലേ? അത്യാവശ്യം അടിപൊളി അല്ലേ ഈ റോഡൊക്കെ? ഇവിടെ പശുത്തൊഴുത്തും കാര്യങ്ങളും ഉണ്ടായത് ആ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ കണ്ടോ ഒരു പടിപ്പുരയാണ്, നല്ല ഭംഗിയുള്ള ഒരു പടിപ്പുര. ഒരു മീൻ കച്ചവടക്കാരനാണ് കേട്ടോ. നല്ല ജീവനുള്ള മീനാണ്. എത്ര പെട്ടെന്നാണെന്ന് അറിയോ മീൻ കച്ചവടക്കാരൻ ഒരു മീൻ വെട്ടിയിട്ട് സെറ്റാക്കി കൊടുത്തത്. ആ വലിയ കത്തിയും കൊണ്ട് തന്നെ കേട്ടോ അവർ ഇങ്ങനെ സൈക്കിളിൽ മീൻ കൊണ്ട് വന്നേക്കണത്. ബന്നോഡാങ്ങ എന്നാണ് ഇത്ര ഈ ഗാവിൻ്റെ പേര്. നമ്മളിപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ട രീതിയിൽ ഈ റോട്ടിൽ ഇങ്ങനെ വൈക്കോലൊക്കെ വിരിച്ചിട്ടേക്കണം. ഇത് കണ്ടോ, ഈ വൈക്കോലിക്കുടി ചവിട്ടിയിട്ടാട്ടോ നമ്മൾ നടന്ന് പോയേണ്ടത്. റോട്ടിൽ ഫുള്ള് ഇട്ടേക്കാണ്. ഇതൊക്കെ പണ്ടപ്പോഴൊക്കെയോ കണ്ട ഓർമ്മകളുണ്ട് നമ്മുടെ നാട്ടിലെവിടേക്കോ. ഇത് നോക്കിയേ എന്ത് രസമാണ് നോക്കി വീട് പണിതേക്കണത്. മണ്ണ് കൊണ്ട് പണിതിട്ട് അതിനൊരു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തേക്കുക, താഴത്ത് വേറൊരു കളറും. സാന്താൾ എന്ന ഗോത്രവിഭാഗക്കാരാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ. ഇന്ത്യയിൽ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗ ജനവിഭാഗമാണ് സാന്താൾ. ഒറീസ, ബീഹാർ, ജാർഖണ്ഡ്, ആസാം, പിന്നെ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് സാന്താൾ വിഭാഗക്കാർ കൂടുതലായിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിലെ രാജ്ഷാഹി, രാംപൂർ ഡിവിഷനുകളിൽ ഏറ്റവും വലിയ വംശീയ ന്യൂനപക്ഷമാണ് സാന്താൾസ്. പിന്നെ നേപ്പാളിലും സാന്താൾ വർഗ്ഗക്കാർ ജീവിക്കുന്നുണ്ട്. 1855 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപമായ സാന്താൾ കലാപം ഈ ഗോത്രത്തിൻ്റെതായിരുന്നു. ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിലെ ഏറ്റവും വ്യാപകമായി സംസാരിക്കപ്പെടുന്ന മുണ്ട ഭാഷയായ സന്താലിയാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ വില്ലേജിൽ കൂടി മുന്നോട്ട് തന്നെ നടക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഈ വെയിലുള്ളാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ കണ്ടോ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. ഒരുപാട് പേര് സൈക്കിളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടിൻ്റെ മോൾ ഭാഗത്ത് കണ്ടോ കുറേ കുടങ്ങൾ, മൺകുടങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കണു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് പക്ഷിക്ക് വേണ്ടിയിട്ടാണ് അത്രേ. പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ്. നമ്മൾ പ്രാവിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ വെക്കാറില്ലേ, അതുപോലെ പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട് വെച്ചേക്കാണ്. ഒരു വിൻഡോ ഒക്കെ കണ്ടോ, വീടിൻ്റെ അപ്സ്റ്റെയറിലുള്ള വിൻഡോ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കണ്ടോ നല്ല വൃത്തിയുണ്ട്. ഞാൻ അതാണ് ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഇത്രയും പശുക്കളും ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊരു ചാണകത്തിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ വേറൊരു മോശം സ്മെല്ലോ ഒന്നുമില്ല. നല്ല രസമുണ്ട്, നല്ല വൃത്തിയാണ്, സുഖമായിട്ട് നടക്കാൻ പറ്റും. കോൺക്രീറ്റ് റോഡുമാണ്. ശരിക്കും ഈ വഴികളൊക്കെ ഇത്രയും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ഇവർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഈ പശുക്കളൊക്കെ പുറത്താണ് നിൽക്കുന്നത്. അവരൊക്കെ അവിടെ ചാണകം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ചാണകം ആവശ്യമുണ്ടാവും, അതുകൊണ്ടും കൂടി ആയിരിക്കും അവർ വൃത്തിയിൽ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടേക്കണം. ഇതേ ഇവിടെയൊക്കെ കുറച്ച് ഇഷ്ടിക കൊണ്ടുള്ള വീടുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ ശരിക്കും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സ്ട്രക്ചർ മാറിയ പോലെ ഉണ്ട്. നമ്മൾ തുടക്കത്തിലൊന്നും കണ്ടതുപോലെ അല്ലാതെ. ഇവിടെ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടി എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മുറ്റാണ് കേട്ടോ. അവിടെ അവരുടെ വീടാണ്. നമ്മളിപ്പോൾ കടന്നു വന്നത് അവരുടെ ഒരു പടിപ്പുര പോലത്തെ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ സൈഡിലൊരു കിച്ചണൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുപകരണങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. ഈ മുറ്റത്തിരിക്കുന്നത് കേട്ടോ, ഇതിൻ്റെ പേരാണ് കേട്ടോ മൊറായ് എന്ന് പറയും. മൊറായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തായം എന്നൊക്കെ പറയുന്ന സെയിം സംവിധാനമാണ്. ഇവരുടെ നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചുമര് കണ്ടോ, ഇത് വൈക്കോലാണ്. വൈക്കോല് മെടഞ്ഞിട്ട് കയറ് പോലെ ആക്കിയിട്ടാണ് ഇതിന് ചുമരുണ്ടാക്കിയിട്ടുള്ളത്. ചുറ്റി വെച്ചിട്ട് അതിന് മുകളിൽ വൈക്കോല് കൊണ്ട് തന്നെയുള്ള റൂഫുണ്ട്. ഇതിലാണ് ഇവർ നെല്ല് സൂക്ഷിക്കുന്നത്. കണ്ടോ, ഇത് നമ്മൾ മുമ്പ് ഒരിക്കൽ എവിടെയോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും സ്ഥലം ഓർമ്മയില്ല. പക്ഷേ ഇത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, രസകരമായ സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചക്രയിൽ ഒരു വില്ലേജിൽ പോയപ്പോഴും വേറൊരു മോഡൽ ഇതുപോലത്തെ പത്തായം കണ്ടിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ വർഷത്തെ നെല്ലാണത്രേ. ഈ വർഷത്തെ നെല്ല് അവർ കൊയ്ത് കൊണ്ടുവന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നെല്ലാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല.
ഞാൻ വിചാരിച്ചത് ഇതിന് മുള കൊണ്ടോ മരത്തിന്റെ തടി കൊണ്ടോ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിന്റെ പുറത്തായിരിക്കും ഈ വൈക്കോൽ ഇങ്ങനെ ചുറ്റി വെച്ചേക്കണം കേട്ടോ. പക്ഷെ അല്ല എന്നാ പറഞ്ഞത്, ഇതിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത്. ഈ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയ കയറിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വേറൊരു വൈക്കോലിന്റെ ലെയറും കൂടി കാണാനുണ്ട്. ഈ റൂഫ് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നെല്ല് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ മീൻസ് അതിന്റെ വൈക്കോൽ ചുറ്റി ചുറ്റി എടുത്തിട്ട് അതിങ്ങനെ താഴ്ന്ന് വരും. പിന്നീട് വീണ്ടും നിറക്കുമ്പോൾ അതിങ്ങനെ വലുതായി വീണ്ടും ഉണ്ടാക്കും. ഈ റൂഫ് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന പറഞ്ഞത്. മൊറായി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്, മൊറായി. പിന്നെ ആയിരിക്കുന്ന കലം ഇവരുടെ പ്രാദേശിക മദ്യമാണ് ഉണ്ടാക്കുന്നത്. അരി വാറ്റി ഉണ്ടാക്കുന്ന മദ്യം ഉണ്ട്. അത് നമ്മൾ സുന്ദർബനിൽ കാണണ്ട അതിന്റെ ഡീറ്റെയിൽസ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. ആദിവാസികൾ ഉപയോഗിക്കുന്ന കുറെ മദ്യം, ചുല്ലു, ഹടിയ, അങ്ങനെ കുറെ മദ്യം. ചുല്ലുമാണ് വാറ്റണത്, ഇത് പുളിപ്പിക്കുന്നതാണ്. ഹടിയ പുളിപ്പിക്കും, ചുല്ലുവിന് വാറ്റിയിട്ടുണ്ടാക്കുന്നത്. പിന്നെ മുഹ എന്നൊരു ഗാച്ചുണ്ട്, ഒരു മരമുണ്ട്. ആ മരത്തിന്റെ കായും നല്ല ലഹരിയുള്ള സാധനം. അതും ഒരു അങ്ങനെ തന്നെ അല്ല, അത് ചൂടാക്കി പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ് ചെയ്ത ശേഷം അതും ഒരു ലഹരിയുള്ള പാനീയാണ് ട്രൈബൽസ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. ഓക്കെ ദാദാ. നമ്മളപ്പോൾ നടന്നിട്ട് ആ വില്ലേജിൻ്റെ അവസാനം പോലെ ഒരു സ്ഥലം, ഒരു പാടത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗത്ത് എത്തിയിട്ടോ. അവിടുന്ന് വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് വിശാലമായ പാടശേഖരങ്ങളാണ് കേട്ടോ. ഫുള്ള് നെൽകൃഷി കഴിഞ്ഞിട്ട് കൊയ്തെടുത്ത സംഭവമാണ്. ഇവിടെ നമുക്ക് വേറെ സംഭവം കാണാനുണ്ട്. Amgiren babancawi, amgiren babancawi, Jisuti masiti, Jisuti masiti, amgiren babancawi. Halo. ചേച്ചി നമുക്ക് നല്ല പാട്ടൊക്കെ പാടി തന്നിട്ടോ. നമുക്കറിയാം ഈ സംഭവം നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ ചാണകം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും അവർ. അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടോ, ഇവർ ഈ പനയിൽ ഇങ്ങനെ മുൻപ് ഒട്ടിച്ച് വെച്ചതുണ്ട്, അത് ഏകദേശം ഉണങ്ങി അത് അവരിങ്ങനെ എടുക്കുവാണ്. അപ്പോൾ ഇനി പുതിയത് അവിടെ ചെയ്യാണ്. കണ്ടോ, ഇതിന് ഇവർ പറയുന്ന പേര് ഗുട്ടോൻ എന്നാട്ടോ. ഗുട്ടോൻ. ഓക്കെ, അവരപ്പോൾ അത് ഫുൾ സെറ്റായിട്ട് പോവാണ് കേട്ടോ. ഏത് പാട്ടാ പാടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആണ് കേട്ടോ. പിന്നെ ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ വില്ലേജിൽ. ഇവരിൽ ഒരുപാട് പേര് ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെയാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന്, കഴിഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇതിന് മുന്നേ ആളുകളുടെ റെസ്പോൺസ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല നിങ്ങൾ. അവിടെയൊക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടും. ഇവർ കുറച്ചും കൂടി ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളങ്ങനെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചാലും മിണ്ടില്ല, കണ്ടില്ല. അവർ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഉള്ള നോക്കുമ്പോൾ കുറവാണ്. അങ്ങനെ ഇത് കുറച്ചും കൂടി ആൾക്കാർ കാണുന്നുണ്ട്. കുറച്ചും കൂടി ഇന്ത്യയുടെ സ്ഥലങ്ങളാണെങ്കിൽ ആളുകൾ തീരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ പോയി ഇങ്ങനെ എത്ര നേരം അവർ എന്തിനാ വന്നത് പോലും ചോദിക്കില്ല. പക്ഷെ ഇതിങ്ങനെ മാറി മാറി വരും കേട്ടോ. പിന്നെ ഇത്തരം വീടുകൾ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം. നമുക്ക് മണ്ണിൻ്റെ വീട് കുറേ കാലം കഴിയുമ്പോൾ ഇല്ലാതെ സ്വഭാവമായിട്ടും ഇല്ലാതെ അല്ലെങ്കിൽ മാറും. കാരണം ഇത് മെയിൻ്റെനൻസ് ആണ് അത്ര റിസ്ക് ഉള്ള കാര്യമല്ല. ഇപ്പം നിങ്ങൾ അവിടെ ഇത് ഈ വീട് ഞാൻ കാണിച്ചു തരാൻ കാരണം ഇത് ഏകദേശം ടിപ്പിക്കൽ ഒരു ബംഗാളി വീടാണ്. ഗ്രാമീണ വീടാണ്. അതായത് ഭിത്തിയൊക്കെ കൃത്യം മെഴുകി വെച്ചേക്കുന്നുണ്ടോ, മണ്ണിട്ട് മെഴുകി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര റിസ്ക്കാണ്. അത് മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇത് ഫുള്ള് കുതിർന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നാടൻ കളർ വെച്ച് പെയിൻ്റ് അടിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പൊതുവേ സ്ട്രക്ചർ ശ്രദ്ധിച്ചറിയാം. ഒരു മതിൽ
മതിലിലും റൂഫ് ഉണ്ടാവും. ചിലയിടത്ത് മതില് വൈക്കോലിന്റെ റൂഫ് ഉണ്ട്, മതിലിന് മാത്രമായിട്ട്. ഫുള്ള് മണ്ണ, ഇഷ്ടിക പോലും അല്ല. ചുറ്റുമതില് നടുത്തളം, കുറച്ച് റൂമുകൾ, അങ്ങനെ വീടുകളുടെ സ്ട്രക്ചർ. മിനിമലിസം കണ്ടുപഠിക്കണമെങ്കിൽ ഇവർ കണ്ടുപഠിക്കണം. കുറച്ച് സാധനങ്ങൾ മതി. ഇവരുടെ അടുക്കളയൊക്കെ നോക്ക്, നമ്മുടെ നാട്ടിലെ അടുക്കള നോക്ക്. 4 പേരുള്ള ഫാമിലിയിൽ എത്ര സാധനങ്ങളുണ്ട്, ഇവിടെ 8-10 പേരുള്ള ഫാമിലിയിൽ എത്ര അടുക്കള, എത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട വീടിനൊക്കെ പോലെ തന്നെ ഒരു നടുമുറ്റം പോലത്തെ, നടുമുറ്റം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു മുറ്റമുണ്ട്, അതിൻ്റെ ചുറ്റുമാണ് കേട്ടോ അവർ താമസിക്കുന്ന റൂമുകളൊക്കെ. ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും ഒരു 3 സെപ്പറേറ്റ് വീട് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 3 ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതൊരൊറ്റ വീടാണ് കേട്ടോ. ഇത് ഒരുപാട് പഴയതാണ്, ഏറ്റവും പഴയതാണ്. ഇത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെന്ന് ഇവിടെ താമസിക്കുന്ന ഇതിൻ്റെ ഗൃഹനാഥന് പോലും ഓർമ്മയില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കമ്പാരിറ്റീവ്ലി പുതിയതാണ് ഈ കെട്ടിടം. ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇത് ശരിക്കും 2 നിലയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പോയ വീട്ടിൽ കണ്ടില്ലേ മൊറായി, ആ നെല്ല് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തറയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കറ്റ മെതിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു മെഷീനും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ബ്ലൂയിഷ് കളറാണ് ഈ ചുമരിനൊക്കെ. അതെന്താണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെള്ള കളറിലുള്ള മണ്ണ് കിട്ടും കേട്ടോ. അതിനകത്ത് നീൽ മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. നീൽ എന്നാ പറഞ്ഞത്, അത് നീലം ആണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് മിക്സ് ചെയ്തിട്ട്, കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്ലൂയിഷ് കളർ ആക്കിയിട്ട് അതാണ് ഇത്ര ഈ ചുമരിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പെൺകുട്ടി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്തോ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ UGC നെറ്റിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായി പഠിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങോട്ട് കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ബർദ്ധമാൻ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, അവിടുത്തെ ഒരു കോളേജിലാണ് അവർ പഠിക്കുന്നത്. ഞാൻ ആരുടെ മുമ്പിലും തലനിൽക്കാത്ത ആളാണ്. ഇത് കണ്ടോ, ഈ വീട്ടുകാർക്ക് കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് റോഡ് കണ്ടില്ല, എങ്ങനെയാ അവർ പറഞ്ഞു വരുന്നത്? പാടത്തൂടെ അതല്ലേ. അത് കണ്ടോ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു നല്ല റോഡൊന്നും കണ്ടില്ല കേട്ടോ ഈ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പാടത്ത് കൂടി വരുന്നതാണ് ഈ കാറും കൊണ്ട്. കണ്ടോ, ഇവിടെ വീടിൻ്റെ പുറകിൽ കണ്ടോ ഒരു സംഭവം. ഇത് പശുക്കളെ നിർത്തുന്ന എന്തോ ഒരു സംവിധാനമുണ്ട്, ഒരു ഷെഡാണ്. ഇവിടെ മണ്ണ് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, പാത്രം പോലെ. ഈ വൈക്കോൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ വൈക്കോൽ കട്ട് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇട്ട് കൊടുക്കൂത്രേ. ഇത് ഒരു പാത്രമാണ്. ഇത് മിക്കവാറും വെള്ളം വെച്ച് കൊടുക്കാനായിരിക്കും. അവിടെ ഒരെണ്ണമുണ്ട്, എവിടെ ഒരെണ്ണമുണ്ട്. അതാ അസീം അസീം അങ്ങനെ ആ വീട് കണ്ടതിന് ശേഷം നമ്മൾ ഒരു ചെറിയ റോഡിലേക്ക് കയറി. ആ റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് വില്ലേജിലേക്ക് ഇറങ്ങിയിട്ട് ആ വില്ലേജിനെ മൊത്തം ചുറ്റിയിട്ട് തിരിച്ച് നമ്മൾ ആ ഇറങ്ങിയ റോഡിൽ തന്നെ വന്ന് കയറി ഇപ്പോൾ മെയിൻ റോഡിൽ. എന്നിട്ട് നമ്മൾ വണ്ടി ഇറങ്ങി ആ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു ക്ലിനിക്ക് കണ്ടു കേട്ടോ. ഇതാണ് കേട്ടോ ക്ലിനിക്ക്. ഇദ്ദേഹമാണ് ഡോക്ടർ. ഇദ്ദേഹത്തിൻ്റെ പേര് ഒക്കെ ഞാൻ സോമേന്ദു ഗോസ്വാമി എന്നാണ് കേട്ടോ പേര്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഡിഗ്രി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, RMP രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നൊരു പരിപാടി പണ്ടുണ്ടായിരുന്നു അത്ര ഇവിടെ. ഇപ്പോൾ അതില്ല ശരിക്കും. ഇദ്ദേഹം നമ്മൾ മുമ്പൊക്കെ കണ്ട ചക്കയിലൊക്കെ കണ്ട പോലത്തെ അതുപോലത്തെ ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ, ക്വാളിഫൈഡ് അല്ല. ഇവിടെ കണ്ടോ, ഇതാണ് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂം കേട്ടോ. ഇത് ടേബിള്, ഇവിടെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ വന്ന് കണ്ട് പരിശോധിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങി പോകുന്ന പരിപാടിയുണ്ട്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുള്ളത് കൊണ്ട്, സാധാരണ ഹോസ്പിറ്റലുള്ളത് കൊണ്ട് ഇദ്ദേഹം കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നില്ല കേട്ടോ. ഈ മരുന്നിൻ്റെ വില വാങ്ങും. 30 വർഷമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ പ്രസവ കേസുകൾ വരെ അറ്റൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ്, ഈ സമയത്ത് എല്ലാവരും ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ജോലിക്ക് പോയിരിക്കുമായിരിക്കും, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ തിരക്കുണ്ടാകുക എന്നാണ് പറഞ്ഞത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.
ബൈ ബൈ. നമ്മൾ അന്ന് ആ ഡോക്ടർമാരുടെ വീഡിയോ ചെയ്തപ്പോഴും അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കൺസൾട്ടിങ് ഫീസോ മറ്റൊന്നൊന്നുമല്ല ഇവരുടെ പ്രോഫിറ്റ്, അവരുടെ വരുമാനം ഈ മരുന്ന് വിൽക്കുന്നതിൽ നിന്നുള്ള ലാഭം മാത്രമാണ്. അവിടെ ചെറിയ ഫീസ് 10 രൂപയൊക്കെ പോലത്തെ ഫീസ് വാങ്ങിയിരുന്നു ചക്കളയത്തെ ഡോക്ടർമാർ. പക്ഷേ ഇദ്ദേഹം ഇവിടെ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നില്ല. നമ്മളിപ്പോൾ പോയ വില്ലേജിലത്തെ ആൾക്കാരൊക്കെ മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴൊക്കെ വരുന്നുണ്ടാവുക. ഇവിടെ ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ആളുണ്ട് കേട്ടോ. ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഹലോ, കേനാമേ ആപ്കാ? ഹജോർ. ഇത് കണ്ടോ ഇവരുടെ സിസ്റ്റം. ഇങ്ങനെ ബ്ലോ ചെയ്യാനുള്ള സിസ്റ്റം പല നാടുകളിലും പല രീതിയിലാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരു കയറി പിടിച്ച് അദ്ദേഹം ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് അതിൻ്റെ സംവിധാനം ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ തീ ഇങ്ങനെ എരിയുന്നത്. അദ്ദേഹം പഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, നമ്മൾ ആ വണ്ടി ഇറങ്ങിയ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു പാട്ട് കേട്ടാണ് കേട്ടോ. ചെന്ന് നോക്കിയപ്പോൾ ഒരു ഷെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ബാവുൾ ഗായകരുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബാവുൾ. ഞാൻ ഗൂഗിൾ നോക്കുമ്പോഴേ ബാവുൾ എന്നുള്ളതിന് BAVUL എന്നൊക്കെ കുറേ സെർച്ച് ചെയ്യും കേട്ടോ. ഒരു ഐഡിയ കിട്ടില്ല. സംഗതി BAUL എന്നാണ്. ഇത് ശരിക്കും ബംഗാളിൻ്റെ ഒരു ഫോക്ക് മ്യൂസിക്കാണ് കേട്ടോ. ഫോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മിസ്റ്റിക്കൊക്കെയാണ്. എന്താ പറയുക, ഭക്തിയും പ്രണയവും ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം കേട്ടോ. ശരിക്കും ബാവുൾ ഗായകരായി മാറുന്ന ആളുകളുണ്ട് കേട്ടോ. അവർ ശരിക്കും ഉള്ളിൽ നിന്ന് പാടുന്നതാണത്. ശരിക്കും അവരങ്ങനെ അവർ പോലും അറിയാതെ ആയിപ്പോകുന്നൊരവസ്ഥയൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമായതുകൊണ്ട്, പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ഒരുപാട് യാത്രികരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവർ അവതരിപ്പിക്കുന്നൊരു പാട്ട് ആണ് കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഓതൻറ്റിക് വേർഷനാണെന്ന് പറയാൻ പറ്റില്ല. അവർ ഈ ബാവുൾ ഗായകരുടെ വേഷമൊക്കെ ധരിച്ചിട്ട് അവരിങ്ങനെ പാടുന്നു, അവരുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ചിട്ട്. എന്തായാലും സംഭവം നമ്മൾ കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു കേട്ടോ. ഇവിടെ കേട്ടോ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ സാധാരണ ഉത്സവത്തിന് പറമ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊരി, പിന്നെ അതിനകത്തൊരു കറി. കറിക്ക് എന്താ പേര്? ഖുഗ്നി എന്ന് പറയുന്ന കടലയും പിന്നെ കിഴങ്ങ് അല്ലേ, കിഴങ്ങ് ഉള്ള ഒരു കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ബജി പോലത്തെ സംഭവമുണ്ട്. ഇതിന് മൊത്തത്തിൽ എന്താ പറയാ? ഇത് മൂടി ഖുഗ്നിയാണ്. ഇത് ആലൂർ ചോപ്പ്. സംഭവം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊരിയാണ്. പൊരി തന്നെ. അതിൽ ഇവരുടെ വ്യത്യസ്തമായ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് കടലൊക്കെ ഇട്ടുള്ള ഒരു ബാജിക്കറി, ഇവരുടെ മസാല ഇട്ടിട്ടുള്ള ബംഗാളി മസാല. അതെ, നല്ല രസമുണ്ട്. വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് രാവിലെ ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ടോ. ഞാനൊരു ഹാഫാണ് വാങ്ങിച്ചത്. പൊരി ഇതിനകത്ത് നിറച്ചിടുന്നുണ്ട്. അപ്പോൾ അത്രയും വേണ്ട, ചിലപ്പോൾ അത് തീർന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി വാങ്ങിച്ചു. പക്ഷേ ടേസ്റ്റ് വൈസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ പൊരിയിൽ കറി വെച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് വൈസ് വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രസമുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ കട നിൽക്കുന്നത്. നല്ല തണലാണ്. ഇവിടെ കണ്ടോ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന് താഴെ കുറേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് കുറേ പേര് കഴിക്കുന്നുണ്ട്. പിന്നെ ആ കടയിലും നമ്മളെ ബസ് സ്റ്റോപ്പൊക്കെ പോലെ 3 ഭാഗത്ത് ഇങ്ങനെ തിണ്ണ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ടും കുറേ പേര് കഴിക്കുന്നുണ്ട്. നമ്മൾ വന്നിറങ്ങിയപ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ കച്ചവടക്കാരൊക്കെ വന്നു. കണ്ടോ അവിടെ എന്തോ ഒരു തുണി കച്ചവടക്കാരനുണ്ട്. കുറേ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട്. ഇവിടെയും കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഈ ഗ്രാമചന്ത പോലെ ഇവിടെ കുറേ ഈ മുത്തുമാലകളൊക്കെ വിൽക്കുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ട് മുത്തുമാലകളൊക്കെ വിൽക്കുന്ന ആളുകൾ. ഡ്രസ്സും ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ഓർണമെൻറ്റ്സ്, ഫാൻസി ഓർണമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഇവിടെ വേറെ എന്തോ ഒരു സംഭവമുണ്ട്. ചെറിയ ചെറിയ ടെറാക്കോട്ട മണ്ണിൻ്റെ ചെറിയ രൂപങ്ങളും കപ്പും സോസറും പേനയും അങ്ങനെ കുറേ സംഭവങ്ങൾ എന്തൊക്കെയാണ് വിൽക്കുന്നുണ്ട്. കേട്ടോ ഒരു ചെറിയൊരു ചന്ത. എവിടെയോ പരിചയമുള്ള 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പതുക്കെ മുങ്ങി. എങ്ങനെയുണ്ട്? ഡിം എനിക്കും വേണം ഒരു ഡിം. നാട്ടിൽ
ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ശാന്തിനികേതൻ സന്ദർശിക്കുക എന്നതാണ്. ടോട്ടോയിൽ കയറി നമ്മൾ വന്നിറങ്ങിയത് വിശ്വഭാരതി സർവകലാശാലയുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ്. 1863 രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ദേബേന്ദ്രനാഥ് ടാഗോറാണ് ശാന്തിനികേതൻ എന്ന ആശയത്തിന് തുടക്കമിടുന്നത്. പിന്നീട് രവീന്ദ്രനാഥ് ടാഗോറാണ് ശാന്തിനികേതൻ വിദ്യാലയം വികസിപ്പിക്കുന്നത്. കുട്ടികളെ വിദ്യാലയത്തിൻ്റെ സങ്കുചിതമായ ഭിത്തികൾക്കുള്ളിൽ നിന്ന് മോചിപ്പിച്ച് പ്രകൃതിയുമായി ബന്ധമുള്ളവരാക്കി തീർക്കുകയും അവർക്ക് സാമൂഹികമായി ജീവിക്കുവാനും വളരുവാനും സ്വാതന്ത്ര്യം നൽകുക എന്നതായിരുന്നു ടാഗോറിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിലെ മരുപ്പച്ച എന്നാണ് ജവഹർലാൽ നെഹ്റു ശാന്തിനികേതനെ വിശേഷിപ്പിച്ചത്. 1921 ആ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. സംഗതി ഇവിടെ ഒരു മേള ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, പോഷ് മേള. അതായത് ഈ ശാന്തിനികേതനിലെ ഏറ്റവും പ്രശസ്തമായൊരു ഉത്സവമാണ് പോഷ് മേള. പോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി മാസത്തിൻ്റെ പേരാണ് കേട്ടോ. അതായത് ഈ ഹാർവെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവമാണ്. അത് ഈ പോഷ് മന്തിലാണ് ഉള്ളത്. ഇന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അതാണ് ഈ തിരക്ക്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി അതിനകത്തേക്ക് നടന്ന് വന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വീടുണ്ട്. അതിപ്പോൾ ഒരു മ്യൂസിയമാണ്. അതിനകത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മ്യൂസിയം തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്, അത്രേ അടച്ചിട്ടേക്കാണെന്ന്. എന്താണ് കാരണം എന്നറിയില്ല. സാധാരണ ഈ മേള സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഈ സമയത്ത് അടക്കാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ വീടുണ്ട്. നമ്മളൊരു വീട്ടിൽ വിശദമായിട്ട് പോയിട്ട് കണ്ടായിരുന്നു, കൊൽക്കത്ത സിറ്റിക്കകത്ത്. പിന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഉൾപ്പെടുന്ന സ്ഥലത്തുണ്ട്. പിന്നെ ബാംഗ്ലൂരും അതുപോലെ എന്തൊക്കെ കുറേ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇടതുഭാഗത്ത് ഈ ഗേറ്റിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറം കാണുന്നതാണ് കേട്ടോ കലാഭവൻ. കലാഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ആർട്ട് വിഭാഗമാണ്. അതായത് കലാ സംബന്ധമായ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് കലാഭവൻ. ചിത്രകലയും ശില്പകലയും അടക്കം എല്ലാത്തരം കലകളും പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇന്ത്യൻ ശില്പകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാംകിങ്കർ ബേഗിൻ്റെ ഒരു സാന്താൾ ഫാമിലി എന്ന് പറയുന്നൊരു ശില്പം അതിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. മുമ്പ് കോവിഡിന് മുമ്പ് ഇവിടെ നമുക്ക് സന്ദർശകർക്കെല്ലാം അകത്തൊക്കെ കയറി കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കോവിഡിന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് അവരത് തുറന്നിട്ടില്ല, പബ്ലിക്കിന് വേണ്ടി തുറന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഈ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നപ്പോൾ നമ്മളൊരു വീട് കണ്ടിട്ടോ. ഒരുപാട് ആൾക്കാർ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ആ വീട്, കണ്ടോ? AT സെൻ. ഇപ്പോൾ മനസ്സിലായോ ആരുടെ വീടാണെന്ന്? ഇതാണ് അമർത്യ സെന്നിൻ്റെ വീട് കേട്ടോ. ലോകപ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഫിലോസഫറാണ്, അതായത് തത്വചിന്തകനാണ് അദ്ദേഹം. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് കേട്ടോ, എക്കണോമിക്സിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹം ഇപ്പോൾ ഒരു അമേരിക്കൻ സിറ്റിസനാണ്. അമേരിക്കയിലാണ് ഇപ്പോൾ അദ്ദേഹം താമസം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം നമ്മൾ ഈ അമർത്യ സെന്നിൻ്റെ വീടിൻ്റെ അവിടം വരെ മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ശ്രീനികേതൻ്റെ ഏരിയ ഉണ്ടോ. അതായത് ഇവിടെ 2 ക്യാമ്പസാണ്, ശാന്തിനികേതനും ശ്രീനികേതനും. അങ്ങോട്ട് പോയാൽ ശ്രീനികേതനാണ്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ഈ ക്യാമ്പസിലെ ഹോസ്റ്റൽസും പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഉണ്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒരു വീട്, ഇദ്ദേഹത്തിൻ്റെ വീട്, അമർത്യ സെന്നിൻ്റെ വീട് വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇവിടെ പ്രൊഫസറായിരുന്നു അത്രേ. അപ്പോൾ ടാഗോറിൻ്റെ ഒക്കെ കാലത്ത് തന്നെ അവർക്ക് പാട്ടത്തിന് കൊടുക്കുക അതോ വിൽക്കുക അങ്ങനെ എന്തോ ചെയ്തതാണ് അത്ര ഈ സ്ഥലം. അങ്ങനെയാണ് അവരുടെ വീട് ഇതിനകത്ത് വന്നത്. അപ്പോൾ നമ്മളിനി പോഷ് മേളൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന ദൂരം പിന്നെയും കുറച്ച് ദൂരമൊക്കെ നടക്കാണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ടോട്ടോ പിടിച്ചു. എത്ര രൂപ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ഒരാൾക്ക് 40, ഇപ്പോഴോ 160, ഇപ്പം 80. പകുതി, ഒരാൾക്ക് 20ആയി. നമ്മൾ പോസ്റ്റ് മേളന്റെ അവിടേക്ക് എത്തിയിട്ടോ. ഒരു പേരൊക്കെ തിന്നാൻ വേണ്ടി വാങ്ങിയതാണ്. അത് അദ്ദേഹം കഴുകി മുറിച്ചാണ്ട് ഒരു പാത്രത്തിൽ കിട്ടുന്നു. ഇനി അതിനകത്ത് എന്തൊക്കെയോ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് ലൈക്കായി. ഇതെന്തോ ഒരു ഉപ്പും പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് മുളക് കേട്ടോ. ഞാൻ മോനെ സെറ്റായിരിക്കും. എടുത്താൽ നല്ല രസം കേട്ടോ. അൽഫാമൊക്കെ മാരിനേറ്റ് ചെയ്താൽ
ഞാനതൊരു മാങ്ങയാണ് ഞാൻ ചിക്കന്. എങ്ങനെയാണ് എരിവും പുളിയും എല്ലാം ചേർന്നുകൊണ്ടിട്ട് ഒരു ആണല്ലേ ഒരു ഭയങ്കര കുഴപ്പമില്ല. മറ്റേ ഗുളികണ്ടി വേണ്ടി അല്ലേ? അതുകൊണ്ട് രക്ഷപ്പെടും. എന്നാലും കുഴപ്പമില്ല. നമ്മള് നാട്ടില് മാങ്ങ ചെയ്യുന്ന പോലെ സംഭവം. ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല എരിവുണ്ട് അല്ലേ? വൃത്തിയുണ്ട്. ടേസ്റ്റ് ഒക്കെ ഓക്കെയാണ്. അപ്പൊ ഇതൊരു പോസ്റ്റ്മേള ഗ്രൗണ്ടിലേക്കുള്ള എൻട്രി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഉണ്ടോ കുറെ കച്ചവടക്കാരൊക്കെ നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പോലെ കുറെ പലഹാരങ്ങളുടെ മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്ക്, പൂരിമല, പൂരി പോലെ ഉണ്ട് സംഗതി. കണ്ടിട്ട് സ്വീറ്റ് സാധനമാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം പോസ്റ്റ്മേളയുടെ അവിടുത്തെ വേദിയിൽ നടക്കുന്ന പരിപാടികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം പോസ്റ്റ്മേള നടക്കുന്ന ഗ്രൗണ്ടിൽ കൂടി കുറേ കറങ്ങി നടന്നു. നല്ല വെയിലായിരുന്നു, ഒരുപാട് സമയമൊന്നും കറങ്ങി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്ന് അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഒരു ടോട്ടോ വിളിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ബംഗാൾ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.